ആദ്യ പകുതിയിൽ മെസ്സിയില്ലാതെ കളിക്കാനിറങ്ങിയ വിസൽ കോംബോക്കെതിരെ ഇന്റർ മയാമിക്ക് 25-ാം മിനിറ്റിൽ തന്നെ ഒരു ദുഃഖവാർത്തയാണ് വന്നത്. സൂപ്പർ താരമായ സെർജിയോ ബൂസ്കറ്റ് പരിക്കുമായി കളം വിട്ടു. ആദ്യ പകുതിയിൽ ഇന്റർ മയാമിയേക്കാൾ മികച്ച മുൻതൂക്കമുണ്ടാക്കിയത് വിസൽ കുബെ തന്നെയായിരുന്നു. ആദ്യ പകുതിയിൽ മിയാമിയേക്കാൾ മുൻതൂക്കമുണ്ടായെങ്കിലും ഇരു ടീമുകൾക്കും ഗോളുകളൊന്നും നേടാൻ സാധിച്ചില്ല. രണ്ടാം പകുതിയുടെ 60-ാം മിനിറ്റിലാണ് സൂപ്പർ താരം മെസ്സി കളത്തിലെത്തുന്നത്. മെസ്സി വന്നതിനു ശേഷം വലിയ മാറ്റമാണ് മിയാമിക്കുണ്ടായത്. പന്തടക്കത്തിൻ്റെ കാര്യത്തിലും പാസുകളുടെ കാര്യത്തിലും ഷോട്ട് എടുക്കുന്ന കാര്യത്തിലുമെല്ലാം മിയാമി ആധിപത്യം പുലർത്തി. രണ്ടാം പകുതിയിൽ നിശ്ചിത സമയത്തും മത്സരം സമനിലയിൽ കലാശിച്ചതിനാൽ വിജയികളെ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് തിരഞ്ഞെടുത്തത്. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഇന്റർ മയാമി തോൽവി ഏറ്റുവാങ്ങി. ഇന്റർ മയാമിക്കായി കമ്പാനയും ഗസലും ജോഡി ആൽബയും ലക്ഷ്യം കണ്ടു. അവസാന 3 കിക്കെടുത്ത ടെയ്ലറിനും അലനും ജിയോർജിനും പിയച്ചു. 4-3 എന്ന സ്കോറിനായിരുന്നു ഇന്റർ മയാമി പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയപ്പെട്ടത്. ആദ്യത്തെ 3 കിക്കുകൾ ലക്ഷ്യത്തിലെത്തിച്ച് ഒരു കിക്കിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടായ മിയാമി മത്സരത്തിൽ പിന്നീട് ലഭിച്ച 3 പെനാൽറ്റി കിക്കുകളും ലക്ഷ്യത്തിലെത്തിക്കാതെ തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു. അതേസമയം എതിർ ടീം ഗോൾ കീപ്പറുടെ മികച്ച പ്രകടനം തന്നെയാണ് മിയാമിക്ക് തോൽവി സമ്മാനിച്ചത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.